ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, നമ്മുടെ കക്കാർച്ചി ഫ്രൈ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണെന്ന്. പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു, ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമുക്കത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇച്ചിരി കറുവയും ഗ്രാമ്പും 3-4 ഏലക്ക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി, വലിയൊരു സവാള ഒരെണ്ണം അരിഞ്ഞതെടുത്തത്, പിന്നെ തേങ്ങാക്കൊത്തും പച്ചമുളകും വേപ്പില ഇതെല്ലാം കൂടി ഇട്ടുകൊണ്ട് വേണം. അപ്പോൾ നമുക്ക് മെയിൻ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കൊക്കാർച്ചയായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ കൊക്കാർച്ച ആദ്യം എങ്ങനെ നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കാം. അപ്പോൾ ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ലാത്ത ഒരു മീഡിയം സൈസിലൊരു കൊക്കാർച്ചയാണ്. അപ്പോൾ നമുക്കത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനത്തെ കക്കാർച്ചി നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് കുറച്ച് നേരം വേവിക്കാൻ വെക്കണേ. അപ്പോൾ ചെറിയ ആളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് വേപ്പില, ഇത് ഉള്ളി എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല വെള്ളത്തിൽ നമ്മുടെ കക്കാർച്ചി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ്. അങ്ങനെ കക്കാർച്ചി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെന്ത് ഒരു ശകലം ഇതായി വരുന്നതിന് മുന്നപ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്തോട്ട് അതിനാവശ്യമായിട്ടുള്ള ഗ്രേവിയൊക്കെ വെക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ആവില്ല, പക്ഷേ ഇത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക അതിന് ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് 3-4 ഏലക്കയും ഗ്രാമ്പും കറുവയും എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊത്തി വെച്ച തേങ്ങയും കൂടി ഇട്ട് നല്ലോണം വറുക്കണം. ഇത് കുറച്ച് മൂത്ത് പോയ തേങ്ങയായിരുന്നു. ഇച്ചിരി ഇളം കുറച്ചും കൂടി പച്ച തേങ്ങ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് പെട്ടെന്ന് നമ്മൾ 2-3 വറുത്ത് വരുമ്പോൾ അത് ഇച്ചിരി കരിഞ്ഞാലും നല്ലോണം മുരിഞ്ഞു വരും. പിന്നെ അതിനകത്തോട്ട് വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യത്തിനുള്ളതെല്ലാം ഇട്ടിട്ട് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ നല്ല ചുമന്നുള്ളി നല്ല ഒളിച്ച് വെച്ചില്ല, ആ ചുമന്നുള്ളി കൂടി ഒരു പാത്രം ചുമന്നുള്ളി കൂടി നമ്മൾ അതിനകത്തോട്ട് മിക്സ് ചെയ്ത്, പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വയറ്റ് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് വേപ്പിലയും കൂടിയിട്ട്, പിന്നെ നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ച് സവാളയും കൂടിയിട്ട് നല്ലോണം വയറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് മൂത്ത് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അങ്ങനത്തെ ആ കളറൊന്ന് മാറാൻ വേണ്ടി നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചതിന് ശേഷം അത് കുറച്ച് ആവിയിലായി വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വേവിച്ച് വെച്ച നമുക്ക് കക്കാർച്ചി ഊറ്റി ഒരു പാത്രത്തിലിടാം. അപ്പോഴത്തേക്കും അത് നല്ലോണം കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അങ്ങനെ കളറ് മാറി വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇക്കാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഓരോന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ബിരിയാണിക്കൊക്കെ വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ ഓരോന്നൊരു ദിനം പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനത്തെ നല്ലോണം കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അങ്ങനത്തെ കളർ മാറി വരും. നമുക്ക് നടുവത്തൊരു കുഴിയൊക്കെ കുഴിച്ചിട്ട് നമുക്കിനി പൊടികൾ ചേർക്കാം. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പോലും വേണ്ട കുറച്ച് മസാലപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നല്ലോണം ഒരു കളറൊക്കെ മാറിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട് കുറച്ച് പെരിഞ്ജീരകപ്പൊടി കൂടി ചേർക്കണം. പെരിഞ്ജീരകപ്പൊടി നല്ലോണം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്കും തന്നെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളിയും മസാല എല്ലാം കൂടി അതിനകത്തോട് മിക്സായി വരുമ്പോൾ അടിപൊളി മണമാണ്. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇനി വാട്ടിയെടുക്കാം, എനിക്ക് അവിടെ മറിയുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ചെറിയ ആൾ അവിടെ എൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് കക്കാർച്ചിയെല്ലാം ഇട്ട് നല്ലോണം ഫ്രൈ ആക്കി നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തപ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാവേ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം. അപ്പം ആ ആവിയിൽ കിടന്ന് കുറച്ച് മൊരിഞ്ഞോളൂ. നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇച്ചിരി കൂടെ മൊരിയണമെന്ന് പറഞ്ഞു, നല്ലോണം ഫ്രൈ ആയിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി നമുക്കത് ഫ്രൈ ആക്കി നല്ലോണം വയറ്റി ചെറിയ തീയിലിട്ട് വയറ്റിയെടുക്കണം. എന്നാലേ ആ ഒരു രീതിയിൽ അത് വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചിലത് അടി പിടിക്കും, ചിലത് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ചെറിയ തീയിലിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം അത് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റിലും എടുക്കാം, ഇതിലും എടുക്കാം. അങ്ങനെ നമ്മുടെ കക്കാർച്ചി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ആൾ ചോറും കൂട്ടി കഴിക്കണം. എനിക്കിതാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ നിർത്തിയില്ല. അപ്പോൾ കുറച്ച് കൂന്തലുണ്ടായിരുന്നു, കൂന്തലും കൂടെ ഫ്രൈ ചെയ്തും
ആളിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കും. അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെ കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇതെന്തായാലും അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി അപ്പോൾ കൊക്കാർച്ച് ഫ്രൈ ആക്കിയത്, പിന്നെ ഒരു സലാഡ്, പിന്നെ കൂന്തൽ ഫ്രൈ, പിന്നെ ബീട്രൂട്ട് അച്ചാറും കൊണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യും.